നമ്മൾ നെക്സ്റ്റ് ഗ്രൗണ്ടിൽ പോവാ. ഗ്രൗണ്ടിൽ എന്തിനാ പോണേ? ക്രിക്കറ്റ് കാണാൻ. ആരുടെ ക്രിക്കറ്റാ? ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ. ആണോ? ആരൊക്കെ ഉള്ള നമ്മുടെ ഒപ്പം? സഞ്ജു നമ്മുടെ ഓക്കെ. എന്റെ ഒപ്പം എന്റെ കൂട്ടുകാരനുണ്ട്. മലയാളികൾക്ക് ആർക്കും ഇല്ലാത്തൊരു പേര് അവനുള്ളത്. എന്താ കളിയാ പേര്? അഖിൽ. അഖിൽ. അങ്ങനെ അഖിലും നദാനും ഞാനും കൂടി കളി കാണാൻ വന്നേക്കാണ്. ഓസ്ട്രേലിയ ക്യാൻബറയിലുള്ള മനൂക്ക ഓവൽ എന്ന് പറഞ്ഞ ഗ്രൗണ്ടിലാണ് കളി നടക്കുന്നത്. ഇവിടെ ഇപ്പം തന്നെ ഓൾറെഡി ക്രൗഡഡ് ആണ്. ഗ്രൗണ്ട് ഓപ്പൺ ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിലൊരു കോമഡി എന്ന് വെച്ചാൽ നദാന് ടിക്കറ്റ് ഇല്ല. അഖില് VIP ടിക്കറ്റ്. അഖില് ടിക്കറ്റ് എത്രയാടാ? $170 കൊടുത്ത്, അതായത് 10,000 ഇന്ത്യൻ രൂപ കൊടുത്തിട്ടാണ് അഖില് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. വൻ റിച്ച്. അപ്പോ VIP ആയിരിക്കും. ദേ ഓപ്പൺ ആക്കിയല്ലോ. അപ്പോൾ അവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ചെറുതായിട്ട്. നല്ല തിരക്കാ. നദാന് ടിക്കറ്റ് ഇല്ല പറഞ്ഞ പോലെ. അപ്പോൾ നദാന്റെ ടിക്കറ്റ് അവര് എന്താ പറയണേന്ന് അറിയില്ല. ഇനിയിപ്പോൾ അവർ സമ്മതിക്കുകയാണെങ്കിൽ കയറ്റാം, സമ്മതിച്ചില്ലെങ്കിൽ കയറ്റുന്ന അവനെ കൊണ്ടാക്കാം എന്ന് വിചാരിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ടിക്കറ്റ് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ നോക്കിയിട്ട് ടിക്കറ്റ് ഒന്നും അവൈലബിൾ അല്ല. അപ്പോൾ എന്തായാലും ഒന്ന് പോയി നോക്കട്ടെ. ഫ്രീ ആയിട്ട് കയറ്റിയല്ലോ. ഇതാണ് നമ്മുടെ ഗ്രൗണ്ട്. എൻ്റെ ക്ലൗഡിയാണ്, മഴ പെയ്യുന്ന തൊട്ടടുത്താടാ. സൂപ്പർ, അടിപൊളി പോലെ അടിപൊളി. എവിടെയാ നമ്മുടെയോ? നമ്മുടെതാ ഇവിടെ. ഇതില് ഹിൽ സ്റ്റാൻഡ് 1, ഹിൽ സ്റ്റാൻഡ് 2, ഹിൽ സ്റ്റാൻഡ് 3. നമ്മുടെതാ അവിടെ. സോറി, എന്റെ VIP ആണോടാ ദുഷ്ട. നീ VIP-യിലേക്ക് വിട്ടോ, ഞാൻ VIP-യിൽ വരാം. VIP എവിടെയാടാ? അവിടെയാണോ? ഓക്കെ, നീ അവിടെ ഒരു സീറ്റ് കണ്ടു വെച്ചോ, ഞാൻ വന്നോളാം. ഞാൻ ഒളിച്ചു വന്നോളാം. ഞാൻ പല സ്ഥലത്ത് കളി കാണാൻ പോയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഹിൽ സ്റ്റാൻഡ് എന്നുള്ള സംഭവം കാണുന്നത്. അതായത് ഈ പുല്ലൊക്കെ ആയിട്ട് പുല്ലിലൊക്കെ വന്നിരുന്ന് കളി കാണില്ലേ, എന്നിട്ട് ആൾക്കാർ പിള്ളേര് പുല്ലിലൊക്കെ കളിക്കുന്നു. ഫാമിലി ആയിട്ട് വന്നവർക്ക് ഭയങ്കര ഒരു ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ഹിൽ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ. നല്ല രസമുള്ള സംഭവം കേട്ടോ. നമുക്ക് തൊട്ടടുത്ത് കാണാൻ പറ്റും ഗ്രൗണ്ട്. എന്തായാലും നമ്മുടെ എറണാകുളം ഗ്രൗണ്ടൊന്നും പോലെ ഒരുപാട് സ്റ്റാൻഡ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അടുത്തായിട്ട് കിട്ടും. ആൾക്കാരൊക്കെ വന്ന് തുടങ്ങണേ ഉള്ളൂ. ഇനി ഓൾമോസ്റ്റ് 1 hour ഉണ്ട്. നമ്മൾ പാർക്കിംഗ് കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ ഇറങ്ങിയത്. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് സ്റ്റേഡിയത്തിൻ്റെ തൊട്ടടുത്ത് പാർക്കിംഗ് കിട്ടി. അഖിലിൻ്റെ സമുചോദിതമായ ഇടപെടൽ മൂലം ഇന്റർവ്യൂ എടുത്തോണ്ടിരിക്കുന്നത് ആരോൺ ഫിഞ്ചിനെയാണ്. ഓസ്ട്രേലിയയുടെ ഓപ്പണിംഗ് ബാറ്റ്സ്മാനാണ് പുള്ളിക്കാരൻ. IPL-ലൊക്കെ സ്ഥിരമായിട്ട് വന്ന് കളിക്കാറുള്ള ഒരു ഓപ്പണിംഗ് ബാറ്റ്സ്മാനാണ്, വെടിക്കെട്ട് ബാറ്റ്സ്മാൻ. പുള്ളി ഇപ്പോൾ തൽക്കാലം റിട്ടയർ ആയി തോന്നുന്നില്ലടാ. വയറൊക്കെ ചാടി ആരോൺ ഫിഞ്ചിന്റെ. ഉണ്ട് ദേ പുള്ളി കോട്ടോയൊക്കെ ഇടണം ആരോൺ ഫിഞ്ച് എന്നിട്ട്. നമ്മുടെ പ്ലേയേഴ്സ് ഒക്കെ വന്ന് പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ട്. വാഷിംഗ്ടൺ സുന്ദറാണ് അത്. വാഷിംഗ്ടൺ സുന്ദർ. സഞ്ജുവിനെ കണ്ടിട്ടില്ല. ഞങ്ങൾ സഞ്ജുവിനെ കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. ശുഭ്മാൻ ഗില്ല് ബാക്കിൽ ഓടിക്കൊണ്ട് പോകുന്നുണ്ട്. ഫ്രണ്ടിൽ അഭിഷേക് ശർമ്മ. സഞ്ജു 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 സഞ്ജു. അങ്ങനെ ഞങ്ങളൊക്കെ കാത്തിരുന്ന ഒരു സിറ്റുവേഷൻ വന്നു കേട്ടോ. സഞ്ജു പുറത്ത് വന്നു. സഞ്ജു അവിടെ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടിയാണ് പുറത്തേക്ക് വന്നത്. അവിടെ മലയാളികളുടെ കരഘോഷവും മുത്തേവിളിയും മലയാവിളിയൊക്കെ ആയിരുന്നു. പുള്ളി ഞങ്ങളൊക്കെ നോക്കി ഭയങ്കര നാണത്തോടെ നിൽക്കുന്നുണ്ടായിരുന്നു. പുള്ളിയുടെ ഒരു തനതായ നാണം. നല്ല രസമായിരുന്നു. കുറേ നേരം പുള്ളി അവിടെ ഉണ്ടായിരുന്നു. അടുത്ത് കാണാൻ പറ്റി. തോസിട്ടു. അതിനായിട്ട് ഓസ്ട്രേലിയ തോസിട്ടിട്ട് ഗോളിയാണ് ഓസ്ട്രേലിയ. അത് കഴിഞ്ഞിട്ട് ഇന്ത്യ ബാറ്റിംഗ്. അപ്പോൾ നമ്മുടെ കാൻബറ സ്റ്റേഡിയം ഫുള്ളായിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ആ ഹിൽ സ്റ്റാൻഡ്, നമ്മൾ ആദ്യം വന്നപ്പോൾ കണ്ട ഹിൽ സ്റ്റാൻഡ് ഇപ്പോൾ ഒരു പച്ചപ്പുല്ല് പോലും അവിടെ കാണാനുള്ള ആൾക്കാരെ കൊണ്ട് നിറഞ്ഞു. അതേടെ ഇന്ത്യ പ്ലേസ് തന്നെയാണോ? അവിടെ കണ്ടോ ബ്ലൂ ജേഴ്സി ഇട്ട് തന്നെ ഉണ്ടോ?
ഇന്ത്യയാണോ? ഓസ്ട്രേലിയ ടീമിൽ ഇവന്റെ പേരിൽ ഒരുത്തനുണ്ട് നദാൻ എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഇവൻ നദാനെ സപ്പോർട്ട് ചെയ്യാം. എടാ കള്ള ഇന്ത്യക്കാരാ, നിനക്ക് ഇപ്പോഴും ഇന്ത്യൻ പാസ്പോർട്ട് അധികം മറക്കണ്ട. ഈ 2020 മത്സരം ആയതുകൊണ്ട് തന്നെ കളി നല്ല ഫാസ്റ്റായിരുന്നു. കുറേ ഷോട്ടുകൾ വന്നു, 6ഉം 4ഉം ഒക്കെ ആയിട്ട്. പുതിയ പ്ലേയേഴ്സായ അഭിഷേക് ശർമ്മ അവരുടെയൊക്കെ കളി ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. അവരുടെയൊക്കെ കളി കാണാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ നല്ല രസമായിട്ട് 6ഉം 4ഒക്കെ കണ്ട് എൻജോയ് ചെയ്ത് കളി കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു വില്ലൻ കടന്നു വന്നത്. മഴ 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 നിൽക്കുന്നില്ലല്ലോ. അവസാനം മഴ മൂലം കളി തടസ്സപ്പെട്ടു. മഴയൊന്നും കാണിക്കുന്നില്ല. എന്നിട്ടും എവിടെ നിന്ന് വന്നു ഈ മഴ? നമ്മൾ പ്രതീക്ഷിച്ച 6 ആണ്. അയ്യോ ക്യാച്ചാണ്. അയ്യോ അല്ല. നെയ്ഥാൻ എല്ലിസ് കണ്ട നദാന്റെ പേരുള്ള പ്ലെയർ. പറയേണ്ട അവസ്ഥ ഒന്നുമില്ല കർത്താവേ. ഗണപതി പപ്പ മോറിയ. മഴയ്ക്ക് ശേഷം ഇന്ത്യയുടെ ബാറ്റിങ്ങിൻ്റെ ഗിയർ ഒന്ന് മാറ്റിയായിരുന്നു. ഫുള്ള് 4-6 തന്നെയായിരുന്നു. അങ്ങനെ നല്ല എൻജോയ്മെൻറ്റിൽ കളി പൊക്കോണ്ടിരിക്കുമ്പോഴാണ് പിന്നെയും മഴ വന്ന് കയറിയത്. പക്ഷെ ഇത്തവണ മഴ കുറച്ച് ശക്തമായിരുന്നു. കളി കോൾഡ് ഓഫ് ചെയ്തു മഴ കാരണം. വന്ന മഴ നിന്നിരുന്നു അത്യാവശ്യം, പക്ഷെ കളി അവർ ഒഴിവാക്കി. അങ്ങനെ ക്യാൻബറയിൽ കളി കാണാൻ തുള്ളി വന്ന ഞങ്ങൾ മൂഞ്ചിപ്പോയി എന്ന് പറയാൻ മതിയല്ലോ. അയ്യോ ആൾക്കാരൊക്കെ പോവാ. ആൾക്കാർ ഓൾമോസ്റ്റ് പകുതി മുക്കാൽ ആൾക്കാരും പോയി. എന്തൊക്കെ ബഹളായിരുന്നു അല്ലടാ അഖിലേ. VIP ടിക്കറ്റ് ഫോണ്ടിങ്ങിന്റെ അടുത്തിരുന്ന് കളി നടന്നു എന്നൊക്കെ പറഞ്ഞ് തുള്ളിച്ചാടി പോയതാ അവിടെ അല്ലേ. കറക്റ്റ് ഡഗൗട്ടിന്റെ അവിടെ ആയിരുന്നു ഇരുന്നത്. പ്ലേയേഴ്സിനെ കണ്ടു. 9 ഓവർ കളി നടന്നു എന്ന് പറയാം. അതീ കൂടുതൽ സഞ്ജുവിനെ കണ്ടു. സഞ്ജുവിനെ അളിയാന്നൊക്കെ 10,000 രൂപയുടെ ടിക്കറ്റ്. 10,000 രൂപയ്ക്ക് എന്തോരം ചെറുപഴം പഠിക്കാം. 10,000 രൂപയ്ക്ക് എന്തോരം മുട്ട വാങ്ങിച്ച് പുഴുകി തിന്നും. നല്ല പവർ. മെൽബൺ. ഇനി അടുത്ത കളി മെൽബൺ MCGയിലൊരു കളി. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഒത്തിരി പ്രതീക്ഷകളായിട്ട് പോയൊരു ദിവസമായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാണ്, നമുക്ക് ഭാഗ്യമില്ല. എന്തായാലും ക്യാൻബറയിൽ ഇനിയൊരു അടുത്ത ഇന്ത്യയുടെ മാച്ച് വരാൻ വേണ്ടി ഞങ്ങളെല്ലാം വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇനി അടുത്ത വ്ലോഗിൽ കാണാം. ബൈ.